നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റയിൽ ജോൺസന്റെ വീട്ടിലാണ് തീപിടിച്ചത്. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ചാലക്കുടിയിൽ മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ. ഒളരി പുത്തഞ്ചിറക്കാരൻ ഡെയ്സൺ തോമസ് ആണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റയിൽ ജോൺസന്റെ വീട്ടിലാണ് തീപിടിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 1:30 സംഭവം. ജോൺസന് പുറമെ ഭാര്യ ഡെയ്സി, മകൻ ആഷിഖ്, മകൾ അനീറ്റ, ഇവരുടെ 3 മാസം പ്രായമുള്ള മകളും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ വാതിൽ ചവിട്ടി തുറന്നാണ് വീടിനകത്തകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ട ജോൺസൺ, മകൻ ആഷിഖ് എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തീപിടുത്തത്തിൽ വീട് പൂർണ്ണമായും നശിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടികയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി 23 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:45 നാട്ടിക പെട്രോൾ പമ്പിനടുത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റുപോകാറായ നിലയിലായിരുന്നു. കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രീഹരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് മരണപ്പെടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നിരുന്നു. ചാലക്കുടിയിൽ മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായി യുവാവ് പിടിയിൽ. ഒളരി പുത്തഞ്ചിറക്കാരൻ ഡെയ്സൺ തോമസ് ആണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ ബംഗളൂരിലെ അറിയപ്പെടുന്ന നർത്തകനാണ്. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചാലക്കുടി KSRTC സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 16 ഗ്രാം MDMA-യുമായി ഡെയ്സണെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ചാലക്കുടി DYSP സുമേഷ് K, തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP ഉല്ലാസ് കുമാർ M എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരിമരുന്നും പ്രതിയെയും പിടികൂടിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡെയ്സൺ. പിടിയിലായ ഡെയ്സണ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും, വീടിന് മുന്നിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസും, പുതുകാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയ്ക്ക് ഒരുങ്ങവേ പിടിയിലായ കേസും നിലവിലുണ്ട്. ചാലക്കുടി ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ്, ജില്ലാ ലഹരി വിരുദ്ധ സേനാംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, വിശ്വനാഥൻ KK, സിൽജോ VU, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, സുരേഷ് കുമാർ CR, ടെസി KT, പ്രദീപ് PD, ബിനു പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു. മീഡിയ ടൈം ചാലക്കുടി. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3, 4, 11, 12 പുതുതായി രൂപപ്പെട്ട വെള്ളക്കെട്ട് പരിഹരിക്കാൻ ET ടൈസൺ മാസ്റ്റർ MLA-യുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം വിളിച്ചു ചേർത്തു. ഹൈവേ നിർമ്മാണത്തിലെ പ്ലാൻ അനുസരിച്ചുള്ള കാനകളുടെ പണികൾ പൂർത്തിയാവാത്തതും നിലവിലെ കൈത്തോടുകൾ അടഞ്ഞുകിടക്കുന്നതുമാണ് വെള്ളക്കെട്ടിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം കാര്യങ്ങൾ സമയോചിതമായി പൂർത്തിയാക്കാൻ ശിവാലയ കമ്പനി ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും MLA അറിയിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിദ മുത്തുക്കോയ തങ്ങൾ, ER ഷീല ടീച്ചർ, വാർഡ് മെമ്പർമാരായ സുജ ശിവരാമൻ, സ്നേഹദത്തൻ, ഷെൽവ പ്രകാശ്, സന്ധ്യ സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി S ശ്രീകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്ബാൽ, ശിവാലയ പ്രതിനിധി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്
NREG വർക്കേഴ്സ് യൂണിയൻ അന്നമനട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനട പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും പൊതുയോഗവും നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി TK സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും നമ്മുടെ ഈ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് സഖാവ് ഭാസ്കരൻ സൂചിപ്പിച്ചു. നമുക്ക് എല്ലാം അറിയാം, ഇന്ന് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഒരുപാട് ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, കൂലിക്ക് വേണ്ടി, ഒരു മരുന്ന് മേടിക്കുവാൻ വേണ്ടിയൊക്കെ തന്നെ പുഴുക്കളെ പോലെ ഇഴഞ്ഞൊരു സമൂഹത്തെ മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു വലിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് പദ്ധതി യഥാർത്ഥത്തിൽ വരുന്നത് തന്നെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെൻറ്റിൽ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്താണ്. CPMൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി TV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ശ്യാമള അയ്യപ്പൻ, CK സത്യൻ, TC സുബ്രൻ, KA ബൈജു, ഷീജ നസീർ, മോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. MMS സംവിധാനം, ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മാള ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്ലാസ്റ്റിക്കും വലിച്ചെറിയുകയാണ്. അതിനെ മുന്നോടിയായിക്കൊണ്ട് തന്നെ നമ്മളുടെ സർക്കാർ നമ്മളോട് ഒത്തുചേർന്നുകൊണ്ട് തന്നെ അത് വലിച്ചെറിയാതെ ഓരോ പഞ്ചായത്തായാലും ഓരോ വാർഡായാലും ഹരിതകർമ്മ സേനകളെ വാതിൽപ്പടി ശേഖരത്തിലൂടെ വിദ്യാലയങ്ങളിലൂടെയും ഓഫീസുകളിലൂടെയും വീടുകളിലൂടെയും നിന്നും ശേഖരിച്ച് തരംതിരിച്ച് നമ്മൾക്ക് ശ്വസിക്കാൻ പറ്റാത്ത വായുവാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ കൂട്ടിയിട്ട് തീയിടുന്നത് ആ വായു നമുക്ക് ശ്വസിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ അത് എല്ലാവർക്കും അറിയാമെങ്കിലും അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ വീടുകളിലൂടെ വരുന്ന ആ ശുചിത്വമാണ് നമ്മൾ മാതൃകയായിക്കൊണ്ട് മറ്റൊരു ഇടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കയറിയിറങ്ങുന്ന പടികളും കൂടുതൽ പ്രാവശ്യം ഇടവഴകി പോകുന്ന നമ്മുടെ അധ്യാപകരും ഒത്തുചേർന്ന് പോകുന്ന ആ വിദ്യാലയ മുറ്റത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുപോകുമ്പോൾ ആ ഒരു പരിസരം നമ്മൾ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും പുറത്തിണക്കിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസസ് ജലീൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ, സിനി ബെന്നി, ഉഷ ബാലൻ, ലിസി സേവ്യർ, അമ്പിളി സജീവ്, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിന് സമീപം വീടിന് തീപിടിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ട 2 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. തെറ്റയിൽ ജോൺസന്റെ വീട്ടിലാണ് തീപിടിച്ചത്. നാട്ടുകയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ചാലക്കുടിയിൽ മാരക മയക്കുമരുന്നുമായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ. ഒളരി പുത്തഞ്ചിറക്കാരൻ ഡെയ്സൺ തോമസ് ആണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.